ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മളിന്ന് പറയുന്നത് ചട്ടിച്ചോറിനെ പറ്റിയാണ് കേട്ടോ. നിങ്ങൾ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ടോ? എന്തായാലും നമ്മളിങ്ങനെ യാദൃശ്ചികമായി ഒന്ന് കഴിച്ചു. നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി പോയതല്ല, നമ്മളിങ്ങനെ ഒരു വഴിക്ക് പോയപ്പം ഉച്ചയ്ക്ക് കയറിയതാണ് കഴിക്കാൻ. എന്തായാലും നമ്മൾ വീട്ടിൽ ചട്ടിയിൽ കഴിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ പുറത്ത് കടകൾ ഹോട്ടലുകളൊന്നും പോയി നമ്മൾ കഴിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് കഴിച്ചത് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയ്ക്ക് കറികളും, നമ്മൾ കറി കഴിച്ച് നമ്മുടെ വയറ് നിറയും. ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, തോരൻ, അവിയൽ, സാമ്പാർ, പരിപ്പ്, പപ്പടം, മീൻകറി എന്നുവെച്ചാൽ അത്രയ്ക്ക് കറികളുണ്ട്. പിന്നെ നമുക്ക് ചോറ് തരുന്നത് ചട്ടിയിലാണ്. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഓർത്തത് നമ്മൾ കുഴിമന്തി ഒന്ന് ഓർഡർ ചെയ്യേണ്ടായിരുന്നു, ചട്ടിച്ചോറ് തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു, കിടുവായിരുന്നു. അപ്പോൾ ഈ ചട്ടിച്ചോറ് കഴിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കഴിച്ച് നോക്കണം. എന്തായാലും റേറ്റും വലിയ റേറ്റൊന്നുമില്ല, 180 രൂപയുള്ളൂ ഒരു ചട്ടിച്ചോറിന്. കാര്യം ഇത്രയും നമുക്ക് സെപ്പറേറ്റ് കറികളുണ്ട്. ഒരു ചിക്കൻ ഫ്രൈയും ബീഫൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. കാര്യം ഇതിൻ്റെ ചട്ടിച്ചോറിൻ്റെ കൂടെ ഇതെല്ലാം വരുന്നുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ നമ്മളെ കുഴിമന്തിയും കാട്ടിലും നല്ലതായിട്ട് ഇതാണ് തോന്നിയത്. കാര്യം ഇപ്പം നിങ്ങൾ ഇത് ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക. ഈ കട എന്ന് പറയുന്നത് പുനലൂരാണ്. ഇതുപോലെ വേറെ ഒരുപാട് കടകൾ കാണും. എന്തായാലും നമ്മൾ കഴിച്ചത് നല്ലതായിരുന്നു. അപ്പം നിങ്ങൾ ആ പുനലൂർ ഭാഗത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തിനും ഈ കടയിൽ കയറിയൊന്ന്, ഹോട്ടലിൽ കയറിയൊന്ന് കഴിക്കുക. ഓക്കെ.